ഇനി അടുത്ത് നമുക്ക് ആവശ്യം ഈ സൈഡ് വരണം. സൈഡ് കറുക്ക് ഈ ഒരു ബോൾട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത്. ആക്ച്വലി അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ല കാണാമോ? ഡോണ്ട് ക്ലീൻ എയർ ഫിൽറ്റർ മെയിൻ്റെനൻസ്. അത് ഊരി ക്ലീൻ ചെയ്യല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ വണ്ടിയല്ലേ. എന്നുവെച്ചാൽ അത് എന്തോ അത് ചില കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് ഞാനായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. ഇത് ചെയ്യണതിൻ്റെ മെയിൻ കാര്യം നാളെ ഒരു സ്ഥലം വരെ പോകണം. അത് 40-40 കിലോമീറ്റർ ഉള്ളു. പക്ഷേ അവിടെ സ്പ്ലെൻഡർ 10 കിലോമീറ്റർ വെച്ച് നിർത്തി വേണം പോകാൻ. അതല്ല, എൻ്റെ എയർ ഫിൽറ്റർ മാറിയിട്ട് കുറേ കാലമായി. സർവീസിനടുത്ത് ചെയ്യുമ്പോൾ എന്തോ എനിക്കൊരു ഇതില്ല, തൃപ്തി വരില്ല. മീൻസ് ഈ ഓയിൽ മാറ്റുമ്പോഴും കറക്റ്റായിട്ട് ഞാൻ തന്നെ മാറ്റിപ്പോകണം. അത് കഴിഞ്ഞാൽ വേറെ പണി വായിക്കണം. ഇനി സ്ക്രൂ ഉണ്ട് ഗൈസ്, ഇനി സ്ക്രൂ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ സ്ക്രൂ എല്ലാം ഊരി അതിൻ്റെ കാര്യ പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ എയർ ഫിൽറ്റർ. എന്താ ഇത് വലിയ പഴക്കം വന്നിട്ടില്ല. ഞാൻ ഇത് കുറച്ച് മുമ്പാണ് മാറ്റിയത്, എന്നാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. കുഴപ്പമില്ല, ഇച്ചിരി വലിയ കുഴപ്പമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. എന്നാലും പിന്നെ മാറ്റൊന്നുമില്ലേ, നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ പിന്നീട് എങ്ങാനും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതാണ് ഞാൻ ഇതെന്ന് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഇത് പഴയത് ഞാൻ എന്ന് വാങ്ങിച്ചത് ഓർമ്മയില്ല. എന്താണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും നാളെ പോകേണ്ടല്ലേ, അവിടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോഴും ഇങ്ങനെ മര്യാദയ്ക്ക് ഓട്ടുക, അല്ലെങ്കിൽ കണ്ട അതിൻ്റെ കളർ, ഇതിൻ്റെ ഒരു ഗ്രീൻ കളറാണ്. അതെൻ്റെ ഏകദേശൻ്റെ ക്യാമറയിൽ പൊടി അതാണ് നിങ്ങൾ ഇപ്പോൾ ക്ലിയർ. ഇവിടെ കണ്ട ഈ ഗ്രീൻ കളർ കണ്ട, എൻ്റെ അവിടെ വേറൊരു പൊടി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ഇടാനും തോന്നുന്നു, ഇടാതിരിക്കാൻ തോന്നുന്നു. എന്നാലും പൊട്ടിച്ച തിരിച്ച് നമുക്ക് ഇട്ടാം, അത് വേറെ കാര്യമൊന്നുമില്ല. സൂപ്പർ വേണം, വല്ല അസുഖം വരുമെന്തോ അറിയാം. അങ്ങനെയല്ലേ, ഇങ്ങനെയാണോ?
മാഞ്ചമെല്ലാം മാറിപ്പോയാ. അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വാങ്ങിച്ച സാധനം മാറിപ്പോയെന്ന് വിചാരിച്ച്. കുഴപ്പമില്ല. ഇത് അടപ്പ് കിട്ടി. അടപ്പൊക്കെ കിട്ടി. ഈ സ്ക്രൂ എല്ലാം തിരിച്ചിട്ടിട്ട് വരാം. സോനിയ തൊക്ക വെക്കും സോനിയ കാത്തലിൽ നീ എന്ത വകൈക്കൂറ്. സോനിയ തൊക്ക വെക്കും സോനിയ കാത്തലിൽ നീ എന്ത വകൈക്കൂറ്. കാതലിലെ രണ്ട് വകை സൈവമുണ്ട് രണ്ടിൽ നീ എന്ത വകൈക്കൂറ്. അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞ് സാമഗ്രികളെല്ലാം പറക്കി മാറ്റി. നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. കാരണം വെച്ചാൽ നാളെ ഞാൻ പറഞ്ഞ പോലെ നാളെ നമ്മൾ ചെറിയൊരു പോകുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എവിടെയാണ്. പറയാൻ വലിയതൊന്നുമില്ല. എൻ്റെ അമ്മേരെ നാട്ടിലേക്ക് പോകുന്നു, അത്രയും. നാടെന്ന് പറയാനുമില്ല, ഇവിടുന്ന് ആകെ 40 കിലോമീറ്ററേ ഉള്ളൂ. അതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ട കുറച്ച് പരിപാടികളുണ്ട്.